വാല്യൂ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഏത് സ്റ്റോക്കിനെ ബൈ ചെയ്യും? ഇന്ത്യ ആയിട്ട് ഇതുവരെയും ഒരു എഗ്രിമെൻറ്റോ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ടോ US വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ ഉണ്ടാകുന്ന സെൽ ഓഫിൻ്റെ ഇരട്ടി സെൽ ഓഫ് ഒരു പക്ഷേ ഉണ്ടാകും. ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് അതുപോലൊരു ഫാള് കിട്ടിയാൽ PE റേഷ്യോ 15 പോകുന്നൊരു സെനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കണം. Q1 റിസൾട്ട് വന്നതിൻ്റെ ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റിൽ നമ്മൾ കണ്ടു. അതായത് നിഫ്റ്റി ഇപ്പോൾ 25,000 ബ്രേക്ക് ചെയ്ത് ഒരു 24,695 റേഞ്ചിലാണ് കറൻറ്റ്ലി നമ്മൾ ഈ പോഡ്കാസ്റ്റ് എടുക്കുമ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റോക്സും ബാങ്കിങ് സ്റ്റോക്സും ഒക്കെ ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച്, അതാണ് ബുക്ക് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് കൊടക് ബാങ്ക് ഒക്കെ ഒരു ദിവസം 6% ആണ് അത് റിസൾട്ട് കൂടി ഇൻക്ലൂഡഡ് ആണ് മോശമായത്. നിഫ്റ്റി വീഴുന്നതിൻ്റെ ഒരു 30% റീസൺ കൊടാക്കിൻ്റെ വീഴ്ച മാത്രമാണ്. കൊടാക്കിൽ നിന്ന് അത്രയും വലിയ നെഗറ്റിവിറ്റി വന്നതാണ് നിഫ്റ്റി ഇന്നലെ അത്രയും പെട്ടെന്ന് വീഴാനായിട്ടുള്ള. മറ്റ് ബാങ്കുകൾ കുറച്ചും കൂടി HDFC കുറച്ചുകൂടി പിടിച്ചു നിന്നു എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻസ് സെക്ടറിൽ ഹോം ഫസ്റ്റ് ഫിനാൻസ് ഒക്കെ ഒറ്റ ദിവസം 5-6% നമുക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 45% പ്രോഫിറ്റ് ഒന്നാണ്. പക്ഷെ ഞാൻ കുറച്ച് ബുക്ക് ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതെ, ഒരു 10% മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ 6% വീണു, ഇന്ന് 3% വീണു. കറൻറ്റ്ലി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫിനാൻസ് സെക്ടറിൽ ആ ഒരു നെഗറ്റിവിറ്റിയാണ് മാർക്കറ്റിൻ്റെ ഈ ഒരു വീഴ്ചയ്ക്ക് മെയിൻ കാരണമെന്ന് തോന്നുന്നു, അല്ലേ? ഫിനാൻസ് മാത്രമല്ല വീഴുന്നത്, ഫിനാൻസ് ഉള്ളതിൽ എന്താ കുറച്ച് വീഴുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില സെക്ടേഴ്സും ചില സ്റ്റോക്കുകളും നിഫ്റ്റീനെ പിടിച്ചു നിർത്തുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം മറ്റേ സൊമാറ്റോ ഇറ്റേണൽസ് ഒരു 10% കയറിയതാണ് നിഫ്റ്റീനെ കുറച്ച് പിടിച്ചു നിർത്തിയത്. ആ ഒരു പീക്കിലൊക്കെ എല്ലാവരും സൊമാറ്റോയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു 312-13 റേഞ്ചിൽ. റൈറ്റ്, കറണ്ട് സെനാരിയോ നമ്മൾ ലാസ്റ്റ് 3-4 പോഡ്കാസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. മാർക്കറ്റ് ഒരു ബെയറിഷ് താഴെ വന്നു, EMA താഴെ വന്നു, 50-day മൂവിംഗ് ആവറേജിന് താഴെ വന്നു. യെസ്, ഇപ്പോൾ ബാക്ക് ടു 24,500-400 ലെവലിലോട്ട് തന്നെയാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത്. വരട്ടെ, അതല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. US അവരുടെ ടോപ്പ് 10 ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്ലേയേഴ്സ്, അതായത് US ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇറക്കുകയും കയറ്റുമതി ചെയ്യുന്ന 10 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു രാജ്യം ഇന്ത്യയാണ്. ബാക്കി 9 രാജ്യമായിട്ട് അവർക്ക് ട്രേഡ് ഡീൽ ഒപ്പിടാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ യൂറോപ്യൻ യൂണിയനായിട്ട് വരെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സോൾവ് ചെയ്തു. ചൈനയായിട്ട് ഒരു പാർഷ്യൽ എഗ്രിമെൻ്റെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ആയിട്ട് ഇതുവരെയും ഒരു എഗ്രിമെൻറ്റോ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ടോ US വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ US ഇന്ത്യ നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ വീണിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യ തുടർന്ന് ഇറക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമി നശിപ്പിക്കുമെന്ന് US ഒരു സെനറ്റ് അംഗം പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല, ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, US കമ്പനികൾ ഇനി ഇന്ത്യക്കാരെ ജോലിക്ക് എടുക്കരുത് എന്ന്. അപ്പോൾ ഇതൊക്കെ എല്ലാം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ മനസ്സിലാകുന്നതെന്ന് നോക്കൂ. US ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം മോശമായി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ട്രേഡ് ഡീൽ വന്നില്ല എങ്കിൽ ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും നമുക്കതൊരു നെഗറ്റിവിറ്റി തന്നെയാണ്. എന്ന് വെച്ചുകൊണ്ട് നമ്മുടെ തല കൊണ്ട് അവരുടെ കഴുത്തിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നടപടി നയം ഇറ്റ്സ് വെരി ക്ലിയർ. ഇത് അടിപൊളിയാണ്, നല്ല ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പിന്നെ ആരോട് അടുക്കണം? ചൈനയായിട്ട് അടുക്കേണ്ടി വരും. അതിനുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഓണായിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും ചൈനയായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമാണ്. റഷ്യയും ചൈനയുടെ കൂടെ ഇന്ത്യ കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ആക്ച്വലി നല്ലതാണ്. ഇന്ത്യ ശരിക്കും ചൈനയായിട്ട് യാതൊരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ചൈനയേക്കാൾ ഈ ബന്ധം മോശമായിട്ട് നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഇന്ത്യ എന്തോ ആ ഒരു കറക്റ്റ് അല്ലാത്തൊരു ബന്ധമാണ്. അത് റീസ്റ്റാർട്ട് ചെയ്ത് ഏഷ്യയിലെ 2 വൻ ശക്തികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അതൊരു വേൾഡ് ന്യൂ ഓർഡർ ആയിട്ട് മാറാനുള്ള സാധ്യത. അമേരിക്കയ്ക്കിട്ട് പണിയാൻ നിന്ന് കഴിഞ്ഞാൽ അമേരിക്ക വെറുതെ ഇരിക്കും, അവർ പണിയും. അപ്പോൾ നമുക്ക് അതിനെ പണിയിന് തിരിച്ച് പണിയാനായിട്ട് ഇന്ത്യ ഞാൻ ഒന്നിച്ചിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ടെക്നിക്കലി മാർക്കറ്റ് ബീറിഷാണ്. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ നിഫ്റ്റി 50-ലെ 52% സ്റ്റോക്കുകൾ മാത്രമാണ് 200-day മൂവിങ് ആവറേജിന് മുകളിലുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇത് 63% ഇത്, അതായത് 50% സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. ഇതൊരു നോൺ
ഡിസിഷൻ എന്ന് പറയുന്ന അവസ്ഥ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് മാത്രമാണോ മാർക്കറ്റ് ഇപ്പം ഈ റീസെന്റ് തന്നെ നമ്മുടെ TCSൽ കുറച്ച് എംപ്ലോയീസിനെ പിരിച്ചുവിടുന്നു, അതായത് സോ അതൊരു 2% to 3%. അത് റിസിഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്ന് റീഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം AI കൊണ്ട് മാത്രമല്ല ഇത്ര എംപ്ലോയീസിനെ പിരിച്ചുവിടാനുള്ളൊരു റീസൺ. ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും ടാക്സിലുണ്ടാകുന്ന വരുമാനം കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു റിസിഷൻ്റെ ഒരു സൂചന കൂടിയാണ്. മാർക്കറ്റിൽ ടെക്നിക്കലി ഒരു കറക്ഷൻ നമ്മുടെ വാല്യുവേഷൻ അനുസരിച്ച് ഇപ്പോഴും പി റേഷ്യോ നിഫ്റ്റിയുടെ 22 ഭയങ്കര ഹൈ തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഫണ്ടമെൻ്റലിയും ടെക്നിക്കലിയും മാർക്കറ്റ് ഒരു ബീറിഷ് ടെറിട്ടറിയിലോട്ട് അല്ലെങ്കിൽ ഒരു കറക്ഷൻ മോഡിലോട്ട് ഒരു പക്ഷെ പോയേക്കാം എന്നുള്ളൊരു ഒബ്സർവേഷനാണ് എനിക്കുള്ളത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ 50% സ്റ്റോക്കുകൾ ബുക്ക് ചെയ്ത് പൈസ എല്ലാം ലിക്വിഡ് ബീസ് ആഡ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഞാൻ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഇൻഫോർമേഷൻസ് കൊടുത്തത് അതാണ്. ഇതുകൊണ്ട് എല്ലാവരും ചാടിക്കയറി എല്ലാം ബുക്ക് ചെയ്യണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് ദർ ഈസ് എ പോസിബിലിറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതിന് മുന്നേ കൺസോൾട്ടേറ്റ് ചെയ്തൊരു ലെവലിലേക്കാണ് മാർക്കറ്റ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു സ്ട്രെങ്ത് കഴിഞ്ഞ വീക്ക് കാണിച്ചെങ്കിലും ആ ഒരു സ്ട്രെങ്ത് സസ്റ്റെയിൻ ചെയ്യാതെ തന്നെ മറ്റേ മഴത്തുള്ളി വീണു താഴത്തേക്ക് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. അതിലും അതായത് ആ ചെറിയൊരു പോസിറ്റിവിറ്റീനെ 2 ദിവസത്തെ ക്യാൻഡിൽ കവർ ചെയ്തു എന്നുള്ളതാണ് അല്ലേ റൈറ്റ് നെഗറ്റീവായിട്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ട്വിറ്റർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബും ടെലിഗ്രാമും ഒന്നുമല്ല, ഇറ്റ്സ് ട്വിറ്റർ. ട്വിറ്ററിൽ ഷിജുമോൻ ആൻ്റണിയുടെ ട്വീറ്റ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിജുമോൻ ആൻ്റണി ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് ഇത് 18,000 എന്ന് പറയുന്ന ലെവലിൽ എത്തും എന്നാണ്. കുറേ നാൾ മുമ്പ് പറഞ്ഞാൽ അല്ല, അതൊരു 2 ആഴ്ച മുമ്പ് 26/2025 ഇതിന് പല ഫണ്ട് മാനേജേഴ്സിൻ്റെ റെസ്പോൺസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സാക്കേത് രാമകൃഷ്ണൻ്റെ ഒരു ട്വീറ്റ് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് മറ്റൊരു ഒബ്സർവേഷനാണ്. DIS ഏകദേശം 4 കോടി രൂപ ലാസ്റ്റ് 6 മാസം കൊണ്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 കോടി ലക്ഷം രൂപ 4 lakh CR ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ക്ലൂസ് പോസിറ്റീവാണ്. മാത്രമല്ല മാർക്കറ്റിൽ വലിയ നെഗറ്റിവിറ്റീസ് ഒന്നുമില്ല. 24,400 ഒരു ഗുഡ് സപ്പോർട്ടാണെന്നാണ് സാക്കിയത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം ട്വിറ്ററിൽ നോക്കുമ്പോൾ എനിക്ക് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ആളുകളുടെ ട്വിറ്ററിനും വീഡിയോയ്ക്കും താഴെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ റെസ്പോൺസ് ഭയങ്കര അപാരമാണ്. അപ്പോൾ അവർ ഭയങ്കര വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിക്കാനുള്ള റീസൺസ് അവരുടെ കയ്യിൽ കൂടുതൽ പൊസിഷൻസ് ചിലപ്പോൾ ബുള്ളിഷായിട്ട് ഉണ്ടാകാം എന്നുള്ളതാണ്. മറ്റൊരു ഇൻഫോർമേഷൻ ഉള്ളത് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി സർവകാല റെക്കോർഡിൽ അത് ഓൾ ടൈം ഹൈയിലെത്തി എന്നുള്ളത്. അതായത് ഓൾമോസ്റ്റ് എല്ലാവരും മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് മാക്സിമം പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോക്ക് വാങ്ങി വെച്ചിരിക്കുകയാണ്. അതായത് അവരിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബ്രോക്കറുടെ കയ്യിൽ നിന്ന് ബാക്കി 4 ലക്ഷം രൂപ മൊത്തം 5 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് അവർ മേടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്ന 1 ലക്ഷം മാത്രമാണ്. അപ്പോൾ ലോസ് 1 ലക്ഷത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഈ ബ്രോക്കേഴ്സ് ഈ പൊസിഷൻ ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള ചാൻസസ് വരിക. ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ചെയ്യുന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയോ, ഇവർക്ക് വർഷം 18% ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നിഫ്റ്റീനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമല്ല 2024 ജൂലൈയിൽ മാർക്കറ്റ് എവിടെയായിരുന്നോ അതേ പൊസിഷനിലാണ് 2025 ജൂലൈയിലും മാർക്കറ്റ്. അതായത് ഒരു വർഷം അതന്നെ, അതായത് ഒരു വർഷമായിട്ട് നിഫ്റ്റിക്ക് 1% പോലും റിട്ടേൺ ഇല്ല എന്നുള്ളതാണ്. ഈ സമയത്താണല്ലോ ആൾക്കാർ ഈ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ വാങ്ങിയിരിക്കുന്ന സ്റ്റോക്കിന് ഒരു റിട്ടേൺ ഇല്ലയെന്ന് മാത്രമല്ല അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എത്ര കൊല്ലം ആൾക്കാർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവർ മേടിച്ച സ്റ്റോക്ക് കൂടി താഴെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ എക്സിറ്റ് അടിക്കും. അപ്പോൾ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ ഉണ്ടാകുന്ന സെൽ ഓഫിൻ്റെ ഇരട്ടി സെൽ ഓഫ് ഒരു പക്ഷേ ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഫണ്ട് വന്നിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നാണ്. അതാണ് നമ്മുടെ മാർക്കറ്റ് ഒരു ഹൈ ലിക്വിഡിറ്റി, ഈ വാല്യുവേഷനൊക്കെ കയറി നിൽക്കാനുള്ള റീസൺ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇത്രയും ഹൈ പൈസ റീറ്റെയിലേഴ്സിന് വരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം സെൻറ്റിമെൻറ്റ്സ്, റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് തന്നെയാണല്ലോ. ഒരു 5-6 മാസം കൂടി മാർക്കറ്റ് വലിയ റിട്ടേൺസ് ഒന്നും നൽകാതെ സൈഡ് വൈസ് ആയിക്കഴിഞ്ഞാൽ
ആളുകളൊക്കെ എന്താ വിചാരിക്കുക, ദൈവമേ ഇതിനും ഭേദം ഞാൻ FDയിൽ ഇടാമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് താഴെ വന്നാൽ ആൾക്കാർ എന്താ വിചാരിക്കുക, ദൈവമേ 2 വർഷമായി ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നു എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു 10-30% ആളുകളുണ്ടാകും. ഇവരെല്ലാം അടപടലം ഒന്നിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് വിഡ്രോവൽ അടിക്കുകയും മാർക്കറ്റ് അസാധാരണമായ കറക്ഷനിലോട്ട്, ഇപ്പോൾ ഈ പറയുന്ന ഒരു 40%-30% കറക്ഷനിലോട്ട് പോകും. 30% കറക്ഷൻ പോയാൽ പോലും 18,000 എത്താനാണ് സാധ്യത. അവിടെയാണ് നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ടുള്ളത്. 30% കറക്ഷൻ പുതിയ ആൾക്കാർക്ക് വലിയ കാര്യമായിരിക്കും. എന്നാൽ കഴിഞ്ഞ 15-20 വർഷമായിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം എല്ലാ 5 വർഷത്തിലൊരിക്കൽ ഒരു 30% കറക്ഷൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു അബ്നോർമൽ റാലി കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമലായിട്ടൊരു 30% കറക്ഷൻ വന്നിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇപ്പോഴും അത് വന്നിട്ടില്ല. കഴിഞ്ഞ തവണ പോലും ഒരു 15-16% കറക്ഷനേ നിഫ്റ്റിയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ 30% കറക്ഷൻ വന്നാലും അതൊരു സാധാരണമായിട്ടുള്ള കാര്യമായിട്ട് തന്നെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. എനിവേസ് അങ്ങനൊരു സാഹചര്യം തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ശരിക്കും. ബെയറിഷ്നെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ റീറ്റെയിൽ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മുടെ വ്യൂവേഴ്സ് ആയാലും വളരെ വൈകാരികമായുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ബെയറിഷ്നെസ് പറയുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം തന്നെയാണ്. പക്ഷെ സത്യത്തിൻ്റെ മുഖം നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള 18,000 പോകും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ മാർക്കറ്റ് കൂടുതൽ സ്ട്രെങ്ത് ഇല്ല എന്നാണ്. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഒരു സ്റ്റോക്ക് എടുക്കുമ്പോൾ പണ്ട് 5 കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ 10 കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു സ്റ്റോക്ക് എടുക്കാൻ പാടുള്ളൂ. കാരണം അത്ര ഹൈ വാല്യുവേഷനാണ്. ഇനി നോർമൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ സാഹചര്യത്തിൽ ഇത്രയും ഹയസ്റ്റ് വാല്യൂവിൽ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾ ഈ പൈസ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു 7% കിട്ടും. എപ്പോഴാണോ നിഫ്റ്റിയുടെ വാല്യുവേഷൻ P റേഷ്യോ ഒരു 19 താഴെ വരുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ചു ഒരു 21,000-22,000 ലെവലിലോട്ട് വരുന്നത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെറ്റ് ഫണ്ടിൽ കിടക്കുന്ന പൈസ എടുത്തിട്ട് നിഫ്റ്റിയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ബെറ്റർ എൻട്രി നിങ്ങൾക്ക് കിട്ടും. ഞാൻ ലപ്സമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. SIP ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള നോയ്സുകളൊന്നും തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കണ്ടിന്യൂ യുവർ SIP എന്നുള്ളത് തന്നെയാണ്. Q1 റിസൾട്ടുകൾ മോശമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല. ആക്ച്വലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടുകൾ പല സെക്ടേഴ്സും നൽകിയിട്ടുണ്ട്. ബാങ്കുകളിൽ പല ബാങ്കുകൾക്കും പ്രൊവിഷൻസ് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ Q2 Q3 ചിലപ്പോൾ വിചാരിച്ചത്ര നന്നാവാൻ ബാങ്കുകൾക്ക് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും Q1 റിസൾട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല റിസൾട്ടുകൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മഹീന്ദ്രയുടെ റിസൾട്ടുകൾ നമ്മൾ വിചാരിച്ച മാതിരി അത്രയും നല്ലത് വന്നില്ല. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് വന്നത് IEXൻ്റെ കേസിലാണ്. IEX ഒറ്റ ദിവസം 27% കുറച്ചുണ്ടായിരുന്നു. ഞാൻ IEX 26% വീണു, പിന്നെ വീണുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കൊണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, 27% IEX വീഴാനുള്ള റീസൺ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ഗ്രൂപ്പിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും പറഞ്ഞു. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ നടക്കുന്ന എനർജി ട്രാൻസാക്ഷൻ്റെ, എനർജി ട്രേഡിൻ്റെ 95% ട്രേഡ് നടക്കുന്നത് എനർജി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ IEXലാണ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിലാണ്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഇനി പ്രൈസ് കപ്ലിംഗ് ചെയ്യണം എന്നുള്ളതാണ്. പ്രൈസ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ എക്സ്ചേഞ്ചുകളിൽ കൃത്യമായിട്ടൊരു ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് IEXലെ പ്രൈസും മറ്റുള്ളവരുടെ പ്രൈസും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നല്ല പ്രൈസ് അല്ലെങ്കിൽ കൃത്യമായിട്ട് എൻട്രിയും എക്സിറ്റും എടുക്കാൻ പറ്റുന്ന ലിക്വിഡിറ്റി ഉള്ള എക്സ്ചേഞ്ചിൽ എല്ലാവരും ട്രേഡ് ചെയ്യത്തുള്ളൂ. ഇത് ഓട്ടോമാറ്റിക്കലി പ്രൈസ് കപ്പിളായി കഴിഞ്ഞാൽ മറ്റ് എക്സ്ചേഞ്ചിലും ആൾക്കാർ ട്രേഡ് ചെയ്യാൻ ചിലപ്പോൾ പോകും. മറ്റ് എക്സ്ചേഞ്ച് ചിലപ്പോൾ ട്രാൻസാക്ഷൻ ചാർജ് കുറച്ച് കൊടുത്തേക്കാം. അപ്പോൾ എന്ത് പറ്റും, അവിടെ ട്രേഡ് ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ IEXൻ്റെ മോണോപ്പൊളിക്ക് ചെറിയൊരു വീഴ്ച സംഭവിച്ചേക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ആ ഒറ്റ കാരണം കൊണ്ടാണ് IEXൽ ഇത്രയും വലിയൊരു ഫാൾ വന്നത്. പക്ഷേ IEXന് മറ്റൊരു എക്സ്ട്രാ ഇൻകം കിട്ടാനായിട്ടുള്ളൊരു വഴി തെളിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, NSE പുതിയതായിട്ട് എനർജി ഫ്യൂച്ചേഴ്സിൻ്റെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രൈസ് ഡാറ്റ IEXൻ്റെന്നാണ് NSEക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ NSE പൈസ കൊടുത്ത് IEXൻ്റെ നിന്ന് ഡാറ്റ വാങ്ങുകയാണെങ്കിൽ IEXന് ഒരു 2% മുതൽ 3% വരെ എക്സ്ട്രാ പ്രോഫിറ്റ് ഇതുകൊണ്ട് കിട്ടുമെന്നുള്ളതാണ്. IEX ചിലപ്പോൾ കുറച്ചുകൂടിയൊക്കെ കറക്റ്റ് ചെയ്തേക്കാം. പക്ഷെ താഴത്ത് നല്ലൊരു പ്രൈസ് കിട്ടുകയാണെങ്കിൽ IEX നല്ലൊരു ബെറ്റ് തന്നെയാണ് എന്ന് തന്നെ. ഇപ്പോൾ പോയി ബൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, താഴത്ത് നല്ലൊരു പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ IEX ലോങ് ടൈമിലോട്ട് നല്ലൊരു ബെറ്റാണ്. ഓൾറെഡി ഉള്ള ആൾക്കാർ
നിങ്ങൾ എന്ത് ചെയ്യുക, IEX ലോങ് ടൈമിലേക്കാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താഴേന്ന് കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്തിട്ട് നല്ല താഴത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ആവറേജ് ചെയ്ത് ലോങ് ടൈമിലോട്ടൊക്കെ പിടിക്കുന്നുണ്ട്, തെറ്റില്ലാത്ത സ്റ്റോക്കാണ്. പക്ഷേ ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ട് ഇപ്പോൾ IEX ചൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഈ വോളറ്റൈലിറ്റിയിൽ നിന്ന് മാറിക്കുന്നതൊക്കെ തന്നെയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ഈ സ്റ്റോക്ക് ബൈ ചെയ്തിട്ട്, മീൻസ് ഈ ഒരു സിറ്റുവേഷനിൽ ഈ സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് ആ സ്റ്റോക്ക് ബൈ ചെയ്തിട്ടെന്ന്. കറൻറ്റ്ലി എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. മാർക്കറ്റ് ഓൾറെഡി ഒരു ബെയറിഷ് മോഡലാണ്, 50-day മൂവിങ് ആവറേജിൻ്റെ താഴെയാണ്, നിഫ്റ്റി 50 നോക്കുന്നില്ല. എല്ലാവരും പലരും ആ സ്റ്റോക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് പേരെടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ കറൻറ്റ്ലി എന്താണ് നമുക്ക് അവർക്കൊരു സജഷൻ കൊടുക്കണം? ഞാൻ പറയും, ഞാൻ അതിൻ്റെ ആൻസർ ഓൾറെഡി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കറൻറ്റ്ലി നിങ്ങളൊരു പുതിയ സ്റ്റോക്കിലോട്ടോ നിഫ്റ്റിയിലോട്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം ഒന്ന് വാല്യുവേഷൻ ഒന്ന് താഴെ വരട്ടെ. വേറൊരു മേജർ ഇഷ്യൂ ഉള്ളത്, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾറെഡി ഓവർ വാല്യൂഡ് ആണെന്നുള്ളൊരു ന്യൂസ് എല്ലാവരും അറിഞ്ഞു. എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് മേ ബി സെൽ ഇന്ത്യ ബൈ ജപ്പാനെ കൂടുതൽ ചൈന, തായ്ലാൻഡ്, അതായത് മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഭയങ്കര വാല്യുവേഷനിലാണ് ഉള്ളത്. ഇവിടെ കറക്ഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് ഫോറിൻ മണി അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ പറയുന്ന ഒരു 10-20% കറക്ഷനിലോട്ട് വന്ന ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് തിരിച്ചു വന്നാലേ ഫോറിൻ മണി നമ്മുടെ മാർക്കറ്റിലോട്ട് വരുള്ളൂ, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കംഫേർട്ട് സോൺ കിട്ടത്തുള്ളൂ. നമ്മളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ, നിങ്ങൾ വാല്യൂ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഏത് സ്റ്റോക്കിനെ ബൈ ചെയ്യും? പല മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സും ഇത് പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങി. കാരണം അവർക്കൊന്നും എൻട്രി കിട്ടുന്നില്ല. ഈ മൊമെൻറ്റം ട്രേഡ് എന്നുള്ള കൺസെപ്റ്റ് ചിലപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ വർക്ക് ചെയ്യായിരിക്കും, അതിവിടെ വർക്ക് ചെയ്യില്ലല്ലോ. എനിക്ക് തോന്നുന്നു ന്യൂജനാന്ന് തോന്നുന്നു 40% എന്താണ് ഒറ്റ ദിവസം കറക്റ്റ് ചെയ്തത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ. 2 ദിവസം 3 ദിവസം കറക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു, അതായത് ഹൈ വാല്യുവേഷനാണ്, ഒരു നെഗറ്റീവ് ട്രിഗർ വരുമ്പോൾ ടപ്പ് എന്ന് പറഞ്ഞടിക്കും. ഇതാണ് മാർക്കറ്റിൻ്റെ സെനാരിയോ. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി സെപ്റ്റംബർ മുതൽ ഒരു 6 months ഒരു ബെയറിഷ് മാർക്കറ്റ് കണ്ടിട്ടാണ് മാർക്കറ്റ് വന്നത്. ഒരു വർഷമായിട്ട് നിഫ്റ്റി എങ്ങും പോയിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് ചെറിയൊരു ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ആ ലെവലിൽ വന്ന് നിൽക്കുന്നു. ഇനി ഒരു ബെയറിഷ്നെസ്സിലേക്ക് മാർക്കറ്റ് പോകുന്ന പറയാൻ പലർക്കും അത് ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം ഞാൻ പറയും, എല്ലാവരും മാർക്കറ്റിൻ്റെ വാല്യുവേഷനെ നോക്കാൻ അറിയില്ലാത്ത ആളുകളാണ്. അതായത് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ നോർമൽ വാല്യൂഷൻ ആണോ എന്ന് നോക്കാൻ ആർക്കും അറിയില്ല. എത്ര ആൾക്കാർക്ക് അറിയാം? ഇവരെന്താണ് ചാർട്ട് മാത്രമാണ് നോക്കുന്നത്. ചാർട്ട് നോക്കുമ്പോൾ എന്താണ്, ഓക്കെ കഴിഞ്ഞൊരു വർഷമായിട്ട് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ സൈഡ് വൈസ് നിൽക്കുകയാണ്, ഓക്കെ എങ്കിലും ഇനിയും മാർക്കറ്റ് മുകളിൽ പോകും. കാരണം എന്താ, ഇവരത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ മാർക്കറ്റ് കഴിഞ്ഞ തവണ ഓൾ ടൈം ഹൈയിൽ നിന്ന സമയത്തുള്ള അതേ വാല്യുവേഷനോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടുതൽ വാല്യുവേഷനിലാണ് നിഫ്റ്റി ഇപ്പോഴും നിൽക്കുന്നത്. കാരണം പിന്നീട് വന്ന Q3, Q4, Q1 ഒന്നും ബെറ്റർ ഏണിങ്സ് നൽകിയിട്ടില്ല. അപ്പോൾ ഏണിങ്സ് കൂട്ടിയാൽ മാത്രമാണ് എന്ത് വരിക? ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS ആണ് എന്ത്? പി റേഷ്യോ. അതായത് ഒരു ഫണ്ടമെൻ്റൽ റേഷ്യോ ആണ് പി റേഷ്യോ. അപ്പോൾ പി റേഷ്യോ 22 ആണ് നിഫ്റ്റിയുടെ വാല്യുവേഷൻ. അപ്പോൾ 22-23 എന്നൊക്കെ പറയുന്നത് നിഫ്റ്റിയുടെ കേസിൽ കുറച്ച് ഹൈ ആണ്. അപ്പോൾ EPS കൂടിയാൽ മാത്രമാണ്, അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS. അപ്പോൾ EPS ഏണിങ്സ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പി റേഷ്യോ താഴെ പോകും. അപ്പോൾ ഈ തവണയും ഏണിങ്സ് വലിയ കാര്യമായിട്ട് കൂടിയില്ല എന്നുള്ളത് പി റേഷ്യോ ഇപ്പോഴും 22-ൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വാർട്ടറിൽ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ക്വാർട്ടറിൽ EPS ഏണിങ്സ് കൂടിക്കഴിഞ്ഞാൽ, ഏണിംഗ് പെർ ഷെയർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് പ്രൈസ് ഇപ്പോഴും 24,700 തന്നെയാണ്. 24,700 ബൈ ഏണിങ്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? പി റേഷ്യോ 22 എന്നുള്ളത് 19-ലോട്ടോ 18-ലോട്ടൊക്കെ പോകും. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കംഫർട്ട് സോണിലോട്ട് മാറും. അങ്ങനെ വരുമ്പോൾ FIS കൂടുതൽ ഫണ്ട് നമ്മുടെ മാർക്കറ്റിലോട്ട് ഇടും. അവരെപ്പോഴും വാല്യൂ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരിക്കലും ടെക്നിക്കൽസ് മാത്രം നോക്കിയിട്ടൊന്നും ആരും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. വാല്യൂ ഇൻവെസ്റ്റേഴ്സാണ്. വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ മാർക്കറ്റിൽ എന്ത് വേണം? ഇൻവെസ്റ്റ്മെൻറ്റ് കംഫേർട്ട് വേണം. റീറ്റെയിൽ ട്രേഡേഴ്സ് ചാർട്ട് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നവരാണ്. ഈ ക്യാൻഡിൽ നോക്കിയിട്ട് മാത്രം, ക്യാൻഡിൽ നോക്കി ചെയ്യുന്നത്ര മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ ടെക്നിക്കലി മാർക്കറ്റ് വീറിഷ് തന്നെയാണ്, ഓക്കെ അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ റീറ്റെയിലേഴ്സിന് ഇത്തരത്തിലുള്ള വാല്യൂ നോക്കാനുള്ള കൃത്യമായിട്ടുള്ള നോളജ് ഇല്ലാത്തത് കൊണ്ട് ഒരു വർഷമായിട്ട് അനങ്ങിയിട്ടില്ലല്ലോ, എങ്കിലിപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ റീറ്റെയിലിനെ പറ്റി ചിന്തിച്ചെന്നാണ്.
തീർച്ചയായിട്ടും അങ്ങനെ വാല്യുവേഷൻ കൃത്യമായിട്ട് നോക്കുന്ന ഏതൊരു തുടക്കക്കാരന് പോലും ഞാൻ പറയുന്നത് ഇത് ഹൈ വാല്യുവേഷനിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 50% സ്റ്റോക്കും സുനിൽ ഓൾറെഡി ഒരു ബെയറിഷ്നെസ്സിൻ്റെ ഒരു ഇത് കഴിഞ്ഞ വീക്ക് തുടങ്ങി നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കും ഞാൻ അത്യാവശ്യം ബുക്ക്ഡ് ആണ്. എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഒരു ഫാള് കണ്ടതുകൊണ്ടാവാം തന്ന ഫോൾ ഉണ്ടല്ലോ, ആ ഫോളിൽ മേടിച്ച് എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല റീസെൻ്റ്ലി ഇപ്പം ഞാൻ കുറച്ച് ED പാരി സ്റ്റോക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 45% പ്രോഫിറ്റിലാണ് അത്. പക്ഷേ കുറച്ചും കൂടി ബുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇന്നും അത് 3% അപ്പാണ്. എനിക്ക് വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ മാത്രം, വളരെ റെയർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ആ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, സാധാരണ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ 5 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ 10 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ്, കൂടുതൽ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് മാത്രം ഈ ഒരു സമയത്ത് ഓക്കെ. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ US-ഉമായിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് രണ്ടാമത് ഒരു റിസഷൻ മണക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ റിസഷൻ എന്ന് പറഞ്ഞു എന്ന് പറയേണ്ട, ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ചയില്ലായ്മ മണക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ട്വിറ്ററിൽ പലരും ബെയറിഷ്നെസ് പറയുമ്പോൾ അതിന്റെ താഴെയുള്ള കമന്റ്സ് എല്ലാവരും വൈകാരികമായി ബുള്ളിഷ് ആണ് എന്നുള്ളത്, വൈകാരികമായി ബുള്ളിഷ്നെസ് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ചെറിയൊരു ബുള്ളിഷ്നെസ് കാണിച്ചിട്ടായിരിക്കും അടുത്തൊരു ബെയറിഷ്നെസ്. ഇനി അങ്ങനെ കാണിച്ചു എന്ന് വിചാരിക്കും, ഇപ്പൊ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്? വളരെ കുറച്ച് റിട്ടേൺ കിട്ടാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഡെറ്റ് ഫണ്ടിലിടും. ഈ സമയം ഈസ് ബെറ്റർ ഡെറ്റ് ഫണ്ടുകൾ ചൂസ് ചെയ്യുക. ഇൻ കേസ് ഇനി മുകളിൽ പോയി എന്ന് കരുതൂ, ഞാൻ പറയുന്നു ഈ വാല്യുവേഷനിൽ Q2 Q3 നന്നാവാതിരുന്നാൽ പോലും നമുക്ക് 21,000-ലോട്ടോ അല്ലെങ്കിൽ 20,000-ലോട്ടോ, ഇൻ കേസ് ഒരു എക്സ്ട്രീം കേസിൽ 18,000-ലോട്ടോ തീർച്ചയായിട്ടും 18,000-ലോട്ടോ ഒരു എൻട്രി കിട്ടിയാൽ ബെറ്റർ എൻട്രി അവിടെ എടുത്തൂടെ? എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ പറയുന്നത് P15-ലോട്ട്, അതായത് നിഫ്റ്റിയുടെ P15-ലോട്ടോ 16-ലോട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആധാരം പണയം വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. എക്സ്ട്രീം കേസായിരിക്കും. കാരണം ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ 10 കൊല്ലത്തിലോ 20 കൊല്ലത്തിലോ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. വരുമോ വരില്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. വന്നാൽ ഞാനത് ചെയ്യത്തുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു സെനാരിയോ ആണ്. ഇത്രയും കാര്യങ്ങൾ കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ബെയറിഷ് ട്രെൻഡിലേക്ക് പോകുന്നത്. എനിക്കൊരു വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ സമയത്ത് മാർക്കറ്റ് ഫാൾ ചെയ്യുമ്പോൾ എൻ്റെ അധികം കാശില്ല. എൻ്റെ വളരെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ. അന്ന് ഇൻവെസ്റ്റ് ചെയ്ത പല പൈസ 5 ഇരട്ടി റിട്ടേൺ എനിക്ക് തന്നിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ അന്ന് വലിയ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ അന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം അന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട്, ഞാൻ 8,200 8,600 വെച്ച് നല്ല രീതിയിൽ എൻ്റെ കയ്യിലുള്ള 90% പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ് ഞാൻ ആ സമയത്ത്. അപ്പോൾ വീണ്ടും അങ്ങനെ അത്ര വലിയ ഫാളൊന്നും കിട്ടില്ല, അതൊക്കെ മിസ്സായി. ഉള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്തതിൽ സന്തോഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന 90% ആളുകളും ഈ കൊറോണ ഫാളിന് ശേഷം മാർക്കറ്റിൽ വന്ന ആൾക്കാരാണ്. ഇവർക്കൊന്നും അന്നത്തെ ഡൗൺ സൈഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത്, ഇനി നിങ്ങൾക്ക് അതുപോലൊരു ഫാള് കിട്ടിയാൽ P റേഷ്യോ 15-ലോട്ട് പോകുന്നൊരു സെനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കണം. അല്ല, തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു ബെയറിഷ്നെസ് റീസെന്റ് കണ്ടോളൂ അല്ലെ, ഒരു 16% പക്ഷെ അവിടെ നിന്ന് എല്ലാവരും ഇപ്പൊ എന്റെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ ആ ഒരു ലോസും കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്ത് താഴെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫണ്ടായിട്ടിരിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബെയറിഷ് ട്രെൻഡിലേക്കാണ് പോകുന്നത് എന്നാണ് നമുക്ക് പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് US ആയിട്ട് ഒരു ട്രേഡ് ഡീൽ വന്ന് കാര്യങ്ങൾ തിരിയുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മാറ്റി പറയേണ്ടതായിട്ട് വരും. മാറ്റി പറയാനും നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല, കാരണം മൊത്തം ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Q1 മിക്സഡ് ആണ്. FIS തിരിച്ചു വന്നാൽ പ്ലസ് Q2 നന്നായാൽ US ആയിട്ടുള്ള ട്രേഡ് ഡീലായി ഇന്ത്യക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ മാർക്കറ്റ് പഴയ പോലെ തന്നെ ബുള്ളിഷ്നെസ്സിലോട്ട് തിരിച്ചു വരും. ഇത് മൂന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ബുള്ളിഷ്നെസ് ആകാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുക നമുക്ക് നോക്കാം.
വളരെ കൃത്യമായ കാര്യങ്ങളോട് കൂടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞതുകൊണ്ട് ബീരിഷാകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇനിയിപ്പോൾ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ ബേരിഷാവണമെന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈകാരികമായിട്ടുള്ള റെസ്പോൺസുകൾ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു പോഡ്കാസ്റ്റ് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.